ഇനി അടുത്തത് മറ്റൊരു കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയം എന്താണെന്നുള്ളതാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കുന്ന ഒരു മുഖ്യ വിഷയമാണ് തൊഴിലില്ലായ്മ. തൊഴിലില്ലായ്മ ഇവിടെ എടുക്കുകയാണെങ്കിൽ 15.6%. തൊഴിലില്ലായ്മയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വിലയിരുത്തുന്നത്, അല്ലേ? അടുത്തത് വികസനമില്ലായ്മയാണ്. വികസനത്തിന്റെ പോരായ്മ 3.9% പേർ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിൽ വികസനം നടന്നുവെന്ന് LDF സർക്കാർ അവകാശപ്പെടുമ്പോൾ അതിനുള്ള ഒരു പോസിറ്റീവ് സിഗ്നൽ കൂടിയാണ് വളരെ കുറഞ്ഞ റേറ്റ്, അല്ലെ? ക്രമസമാധാന പ്രശ്നങ്ങൾ 9.3% ആളുകൾ, അതാണ് ഒരു മുഖ്യ വിഷയമെന്ന് കരുതുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള 4.3 പേർ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു സർവേ ആണ് എന്നതുകൊണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെയുള്ള ജനവികാരം അത് തണുത്തിട്ടുണ്ടോ എന്ന് പോലും ഈ സർവേ ഫലത്തിൽ നിന്ന് നോക്കാവുന്നതാണ്. 4.3%. ഇനി വർഗീയ ധ്രുവീകരണം 5.4% ആളുകൾ മുഖ്യ വിഷയമായി കാണുന്നു. വിലക്കയറ്റം 19.7% ആളുകളുടെയും മുഖ്യ വിഷയം. ഏറ്റവും ഉയർന്ന വിലക്കയറ്റമാണ് 19.7%. മദ്യവും മയക്കുമരുന്നും 12.7%. അഴിമതി കുറവല്ല 14.3%. അഭിപ്രായമില്ലാത്തവർ 9.8%. ഏറ്റവും വലിയ വിഷയമായിട്ട് കാണുന്നത് വിലക്കയറ്റം തന്നെയാണ്, 19.7%. ഒപ്പം തൊഴിലില്ലായ്മയും വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത്, 15.6%. അതേസമയം വികസനമില്ലായ്മ 3.9% എന്നുള്ളതാണ് ഈ സർവേയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിനുള്ള നേട്ടമാണോ കോട്ടമാണോ, ശ്രീ ജേക്കബ് ജോർജ്? അല്ല, ഇത് പ്രഥമ ദൃഷ്ടിയ ഒരു നേട്ടമായിട്ട് കാണാം. തൊഴിലില്ലായ്മ 15%, ക്രമസമാധാനം 9.3%. സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണത്. ആ വിഷയത്തിന് മൂർച്ച പോയിരിക്കുന്നു എന്നാണ് ഈ ഫിഗേഴ്സ്. വർഗീയത, അതാണ് പ്രധാന പ്രശ്നം. കേരളത്തിൽ വർഗീയതയില്ല. ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കാരണവശാലും ഒരു ഇതുപോലെയുള്ള വർഗീയ സംഘടന നടക്കുകയില്ല. കാരണം കേരളമാണ്, കേരളത്തിൽ പോലീസ് ശക്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളിൽ പലതും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട് എന്നതൊരു വലിയ കാര്യമാണ്. വിലക്കയറ്റം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, 19.7%. മദ്യം മയക്കുമരുന്ന് 12%. അതൊക്കെ ശരിയാണ്. പല കാര്യങ്ങളും ജനങ്ങൾ പലവിധ ജേക്കബ് ജോർജ് ഒരു സംശയം പ്രകടിപ്പിച്ചുകൊള്ളട്ടെ. അതായത് ഒരു സർവേയിൽ ഒരു ഏജൻസിയോ ഒരു പാർട്ടിയോ സമീപിക്കുമ്പോൾ ശബരിമല ഒരു മുഖ്യ വിഷയമാകുമെന്ന് ഒരു പക്ഷേ സർവേയിൽ പറയാൻ മടിക്കുന്നവർക്കുള്ളിലും ശബരിമല ഒരു വികാരമായി നിൽക്കാൻ സാധ്യതയുണ്ടോ? അത് തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ? അല്ല, അത് ഇത്തിരി തണുത്തുപോയെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ശബരിമല സ്വർണ്ണക്കൊള്ള കുറെ കാലമായിട്ട് ഇങ്ങനെ ഭയങ്കര ഹൈ പിച്ചിൽ ഇങ്ങനെ ഓടുകയായിരുന്നു. പക്ഷെ അത് UDF-നെതിരെയും അതിൽ ആരോപണം വന്നതോടുകൂടി അതിന്റെ ആ ഒരു മൂർച്ച കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ര ശക്തമായിട്ട് UDF ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടോ എന്നതും സംശയമാണ്. ഇതിൽ സ്വാഭാവികമായിട്ടും വന്നിരിക്കുന്ന ചില സബ്സെക്ഷൻ എന്ന് പറയുന്നത് യങ്ങർ വോട്ടേഴ്സ്, ചെറുപ്പക്കാരായ വോട്ടർമാർ പറയുന്നത് തൊഴിലില്ലായ്മ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ്. ഈ വർഗീയ ധ്രുവീകരണമാണ് വലിയ പ്രശ്നം എന്ന് പറയുന്നതിൽ മുസ്ലിം ജനവിഭാഗമാണ് കൂടുതലുള്ളത്. 8.7% അഭിപ്രായപ്പെട്ടത് വർഗീയ ധ്രുവീകരണം സംസ്ഥാനത്തൊരു വിഷയമാണ് എന്നതാണ്. അതുപോലെ തന്നെ ഒരു മിഡിൽ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും പറയുന്നത് വർഗീയ ധ്രുവീകരണം ഒരു വലിയ വിഷയമാണ് കേരളത്തിൽ എന്നുള്ളതാണ്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ അത്ര വലിയ വിഷയമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വികസനമില്ലായ്മയും വലിയൊരു വിഷയമായിട്ട് കാണുന്നില്ല. കാരണം വികസനം നടക്കുന്നുണ്ട് കേരളത്തിൽ എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ഡോക്ടർ ധൻരാജ്, ഒരു കാര്യം കൂടി ഉള്ളത്, നമ്മൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ എടുക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ മദ്യവും മയക്കുമരുന്നും സംബന്ധിച്ച പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നവരുടെ എണ്ണം 12.7%. മുൻകാല തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ കണക്കൽപ്പം ഉയർന്നിട്ടുണ്ടോ? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഈ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ച ഒരു മേഖല കൂടിയാണല്ലോ. നമ്മൾ സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും എല്ലാം ഒരുപാട് ക്യാമ്പയിനുകളും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ക്യാമ്പയിൻ നടത്തിയ ഒരു സംസ്ഥാനമാണിത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു സംസ്ഥാനം ഉണ്ടെന്നായിട്ട് എനിക്ക് അറിവില്ല. അപ്പോൾ അവിടെ ഇപ്പോഴും ആൾക്കാർക്ക് അതിൽ സംശയങ്ങളോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള പരാതികളോ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വികാരമായിട്ട് കൂടി ഞാൻ അതിനെ കണക്കാക്കുന്നു. അത്
അതുപോലെ തന്നെ ഈ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും എപ്പോഴും എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും 80s തൊട്ടുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും എല്ലാം. അത് ഇന്നും കേരളത്തിൽ അതേപോലെ തന്നെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ വലിയ രീതിയിൽ ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഈ ഗവൺമെൻറ് അവകാശപ്പെടുന്നത് പോലെ തന്നെ അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നു, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നു എന്നൊക്കെ ഉള്ളത്. അത് ചെറുപ്പക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമല്ല, മുമ്പ് ആദ്യത്തെ ചോദ്യത്തിൽ സ്പർശിച്ചതുപോലെ തന്നെ 30 വയസ്സിനും 45 വയസ്സിനിടയ്ക്കുള്ള ആൾക്കാരുടെ ഇടയിലും ഒരു നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് ഗവൺമെൻറ്റിനെതിരെ ഉണ്ടെന്ന് പറയുമ്പോൾ അവരെയൊക്കെയാണ് ഈ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിൻ്റെ വോട്ടേഴ്സിൽ കൂടുതലുള്ള ആൾക്കാർ ആ ശതമാനമാണ് കേട്ടോ. അതായത് കേരളത്തിൻ്റെ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ യങ് വോട്ടേഴ്സിൻ്റെ എണ്ണം മൊത്തം വോട്ടേഴ്സിൻ്റെ ഇടയിൽ കുറവാണ്. അപ്പോൾ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് മധ്യ വയസ്കരോട്ടുള്ള മുകളിലേക്കുള്ള ആൾക്കാരായിരിക്കാം. യെസ്, അതൊരു ശ്രദ്ധേയമായ നിരീക്ഷണം കൂടിയാണ്. കാരണം ഈ ഏറ്റവും അധികം റിഫ്ലക്റ്റ് ചെയ്യപ്പെടുക മധ്യവയസ്കർ, ആ ഒരു ഏജ് ഗ്രൂപ്പിൽ തന്നെയുള്ള വോട്ടർമാരാണ്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കപ്പെടുന്ന വിഷയങ്ങൾ സംബന്ധിച്ച ആളുകളുടെ നിലപാടുകൾ വ്യത്യസ്തതയാണ്. അതിൽ കൗതുകം അല്ലെങ്കിൽ ഏറെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യം, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഒരു സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തുന്നവരുടെ ശതമാനം 12% മുകളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ നാമമാത്രമായ നടപടികളല്ല, ഇനിയുള്ള സർക്കാരുകൾക്ക് മുന്നിൽ വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം ഈ സർവേ ഉയർത്തുന്നത്. മറ്റൊരു അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വരുന്നത്. ഭൂരിപക്ഷം സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള മുന്നണി ഏതാകും, ഇല്ലേ? അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇടവേള വേണം. ശരി, വേഗത്തിലുള്ള ഇടവേളയാണ്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്കുള്ള ഏത് മുന്നണിക്കായിരിക്കും കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു. ഇതിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.